ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി, ക്രൂഡ് ഓയിൽ പ്ലസ് എൻജിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇപ്പോൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കാം. നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഇവിടെ വരെ വന്നിട്ട് ഈ സപ്പോർട്ട് സോണിൽ രണ്ട് സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 23,780 to 650 വരെ ഇവിടെ വന്നിട്ട് പിന്നെ പ്രൈസ് തിരിച്ച് കയറേണ്ടതാണ് ആസ് പെർ റൂൾ. ഓക്കെ, റീസൺ എന്തായിരുന്നു? കറക്ഷൻസ് ആണ്. യൂഷ്വലി കറക്ഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി ഞാൻ ഷെയർ ചെയ്യും ഒരു അനലൈസിസ്. എല്ലാവരും കൂടി പഠിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പഠിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്, റൈറ്റ്? സോ ഇതായിരുന്നു ഇങ്ങനെ കറക്ഷൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് ഏരിയ 100%. ഓക്കെ, സോ പ്രൈസ് ഇവിടെ വന്നു. എന്നെ ലാസ്റ്റ് വീഡിയോയുടെ തമ്പനെയിൽ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഫോളിൽ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണുന്നു. കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞായിരുന്നു? പ്രൈസ് ലാസ്റ്റ് ഫോളാണ്. പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് കയറേണ്ടതാണ്. ലാസ്റ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു ലെഗുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ലെഗുണ്ട്. ഓക്കെ, സോ അതായിരുന്നു കൗണ്ടിങ്. ഇനി നെക്സ്റ്റ് എന്താണ്? പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു കാര്യം ഇത് കണ്ടോ, അതെ പ്രൈസ് ഇവിടെ വരെ വന്നു. ഓക്കെ, ഇത് വന്ന് പ്രൈസ് ഇവിടെ താഴേക്ക് വന്നിട്ടുണ്ട്. സോ പ്രൈസ് ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഇത് റീഡ് ചെയ്തിട്ട് എന്താ റീഡ് ചെയ്യായിരുന്നു നമ്മൾ? ഇത് 1, ഇത് 2, ഇത് 3, ഇവിടെ എവിടെയെങ്കിൽ 4 ആൻഡ് ദെൻ 5. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ആസ് പെർ റൂൾ 52യുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2യുടെ ലോ ഇത് ഇവിടെ ആയിരുന്നു, റൈറ്റ്? ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? ആസ് പെർ റൂൾ ചാർട്ടിൻ്റെ ഫോർത്തിൻ്റെ ലോ 2യുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2യുടെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തല്ലോ. ദാറ്റ് മീൻസ് ഇത് 4 അല്ല, നമ്മുടെ റീഡിങ്ങിൽ എവിടെയോ ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ നമ്മൾ എന്താ കൗണ്ട് ചെയ്യണത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ ഓവറോൾ 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഡിഗ്രിക്ക് മാത്രമേ അങ്ങനെ പവർ ഉള്ളൂ. ദാറ്റ് മീൻസ് പ്രൈസ് 2യുടെ ലോ ബ്രേക്ക് ചെയ്യും ആൻഡ് ദെൻ ഡിഗ്രിക്ക് മാത്രമേ അങ്ങനെ പ്രൈസ് ഉള്ളൂ. ദാറ്റ് മീൻസ് 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഡിഗ്രിയാണ് ഇപ്പോൾ ഇനി പ്രൈസ് അവർ അങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഓവറോൾ 4th ആണെങ്കിലും ഇൻ കേസ് 4th നിങ്ങൾ ആരെങ്കിലും റീഡ് ചെയ്യണമെങ്കിൽ 4th then വീണ്ടും 5th പോളിലേക്ക് പോകേണ്ടതാണ്. ബട്ട് ആസ് പെർ റൂൾ ഗ്യാപ്പിൻ്റെ ഒരു 2യുടെ ലോ ആൻഡ് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തല്ലോ ഇവിടെ. സോ ആസ് പെർ റൂൾ ഇത് 2 ആണ്. 2 തന്നെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമുക്ക് 3 and 4 and 5th വീണ്ടും അപ്കമിങ് ടൈമിൽ നമുക്ക് കിട്ടും, റൈറ്റ്? സോ ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം എല്ലാവരും കൂടി പ്ലേ ചെയ്യാൻ. നമ്മളെ റൂൾ അനുസരിച്ച് എന്താണ് അത് നമ്മൾ ശ്രദ്ധിക്കാം. റൂൾ എന്താ പറയണത് നമുക്ക് മസ്റ്റായിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് റൂൾ അനുസരിച്ച് നമുക്കത് വേണം പ്ലേ ചെയ്യാൻ. ഓക്കെ, സോ ഇത് ഞാനിത് റീഡ് ചെയ്യണത് എങ്ങനെ? 2 സെക്കൻഡ് ഡിഗ്രിയുടെ സെക്കൻഡ് ഫോളാണ്. ഞാൻ വീക്കെൻഡിൽ ബിസി ആയിരുന്നു, ലാസ്റ്റ് വീക്കും ബിസി ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക പ്രോപ്പർലി വീഡിയോ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ റീൽ എന്തായാലും ഷെയർ ചെയ്യും. പ്ലീസ് നിങ്ങളെല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വളരെ കുറവാണ് ലൈക്സ്, വ്യൂസ് വളരെ കുറവാണ്. ഇടയ്ക്ക് എല്ലാവരും കൂടി റെഗുലർ നോക്കും, ഇടയ്ക്ക് ആളുകൾ ഇത്തിരി ഗ്യാപ്പ് ഇടും. സോ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല അങ്ങനെ ഉണ്ടാക്കാം. സോ എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യണം കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഇത് റീഡ് ചെയ്യണത് സെക്കൻഡ് ഡിഗ്രിയിൽ നമ്മളിപ്പോൾ ഡിഗ്രിയുടെ മേജർ 1 കംപ്ലീറ്റ് ആയല്ലോ. ഇവിടെ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർലി ഇത് ഇവിടെ നിന്ന് ഫ്രം ബോട്ടം ടു ഇവിടെ ഫിബൊനാച്ചി വെക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി പിൻ പോയിൻറ്റ് 61.80% സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ തിരിച്ച് കയറിയത്, കണ്ടോ? ഓക്കെ, സോ ഇത് ഇനി ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കൗട്ട് ആവുന്നവരെ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ മുകളിൽ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഉണ്ട്, അതിൻ്റെ ബ്രേക്കൗട്ട് ആവുന്നവരെ ഇത് 2 തന്നെ ആയിരിക്കും. ഓക്കെ, ബ്രേക്കൗട്ട് ആയാൽ 2 ഫിനിഷ് ആയി എന്ന് പറയാം. ഓക്കെ, ഈ 2യുടെ ലോ ഇതായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ പ്രൈസ് വീണ്ടും ഇൻ കേസ് നാളെ അപ്കമിങ് ടൈമിൽ എന്തെങ്കിലും താഴെ വരികയാണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ 81.20 ഡിഗ്രിയുടെ ഫോളാണ്. ദാറ്റ് മീൻസ് ഡിഗ്രി ഫോളാണ്. സോ 81.20 വരാനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഓക്കെ, ബട്ട് ഐ ഹോപ്സ് ഇപ്പോൾ റിവേഴ്സൽ സ്മോൾ ടൈം ഫ്രെയിം നമുക്ക് റീഡ് ചെയ്യാം. ഐ ഹോപ്പ് സോ ഇപ്പോൾ റിവേഴ്സൽ കാണുന്നുണ്ട്. ഇത് കണ്ട ഇവിടെ നിന്ന് റിവേഴ്സൽ കാണും. സോ ബ്രേക്കൗട്ട് തരണം. ഇതിൻ്റെ ഈ ബ്ലാക്ക് ട്രെൻഡ് ബ്രേക്കൗട്ട് തരണം. പ്രൈസ് ഇതിൻ്റെ അബവ് പോകണം. അപ്പോഴേ അത് 1 ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് 450 ഡിഗ്രി കഴിഞ്ഞിട്ട് പ്രൈസ് ഫർദർ അപ്സൈഡ് നമുക്ക് മുകളിൽ വരെ ഇവിടെ എവിടെയെങ്കിലും തരാനുള്ള ചാൻസസ് ഉണ്ടാകും. പ്രൈസ് തീരെ സ്ലോ ആണ്, ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഹോൾഡ് ചെയ്യേണ്ട. ഇൻട്രാഡേയിൽ ഇപ്പോൾ ഈസി കിട്ടാൻ ചാൻസും കുറവാണ്. കിട്ടിയാൽ വെരി ഗുഡ്, അല്ലെങ്കിൽ പണിയാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ടൈം ഫ്രെയിം ചെയ്യാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഞാൻ എങ്ങനെ റീഡ് ചെയ്യണത്? ഞാൻ വീക്കെൻഡ് തന്നെ ഇത് നോക്കിയായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രൈസ് ട്രാപ്പ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ഗ്യാപ്പ് അപ്പ് തരും. ഇത് എന്താ? ഇത് 1, ഇത് 2. ആസ് പെർ റൂൾ ഇത് 2 ആണ്, ഇത് ഫുൾ 3 ആണ് റീഡ് ചെയ്യുക. റീസൺ എന്താ?
വൺ വേവ് ഫസ്റ്റ് വേവ് കണ്ട മൈക്രോസ്കോപ്പിക് ആയിരുന്നു. റൂൾ ഞാൻ പണ്ടേ ഷെയർ ചെയ്തിട്ടുണ്ട്. മൈക്രോസ്കോപ്പിക് ഇത് കണ്ട 1, 2. സോ ഇത് തന്നെ ദാറ്റ് മീൻസ് പ്രൈസ് തേർഡ് വേവ് എക്സ്റ്റൻഷനാവും. എക്സ്റ്റൻഷനാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് പോകും. പിന്നെ ചാൻസ് തരത്തില്ല, സൈഡ് വേസ് ആക്കും, മേളിൽ ഓപ്പണായ സൈഡ് വേസ് ആക്കും. ഇതാണ് റൂൾ പറയുന്നത്. എൻ പ്രൈസ് അത് തന്നെ ഇപ്പോൾ അതിലേക്കാണ് കാണുന്നത്. ഓക്കെ, സോ 1, 2. പിന്നെ അത് കണ്ടിട്ട് ഇത് നമ്മളിത് റീഡ് ചെയ്യുകയാണെങ്കിൽ തേർഡ് എക്സ്റ്റൻഷനാണെങ്കിൽ 1, 2, 3, 4 and 5th. തേർഡിൻ്റെ 5th ആണ് ഇപ്പോൾ നടക്കുന്നത്. റൈറ്റ്, തേർഡിൻ്റെ 5th ആണ് ഇപ്പോൾ നടക്കുന്നത്. സോ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചാനൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ബട്ട് ട്രേഡബിൾ അല്ല, ഇത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്, ഈസി അല്ല ഇത്. നാളെയും അവർ എന്ത് ചെയ്യും, പ്രൈസ് കുറച്ച് മുകളിൽ വേണ്ടി വീണ്ടും താഴേക്ക് തന്നെ വരും. മനസ്സിലായി, തേർഡാണ്. സോ തേർഡിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും. അത് സ്ലോ ആയിരിക്കും. സെക്കൻഡ് എങ്ങനെയാണ് നമ്മൾ ചെറുതായിരുന്നു. സോ മേ ബി ഫോർത്ത് ഒത്തിരി കൺസൾട്ടേഷൻ കാണാം. അതെ, സോ ഇപ്പോൾ എന്തായാലും നാളെ മോസ്റ്റ് ചാൻസസ് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ചാനൽ ടാർഗറ്റ്. ബട്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല നാളെ. ഐ തിങ്ക് സോ ടഫാണ് മീൻസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് അവിടെ ഫുൾ ടൈം പാസ് ചെയ്യുക. ആൻഡ് ദെൻ ലാസ്റ്റിൽ ചിലപ്പോൾ ആയിരിക്കും താഴേക്ക് സ്മോൾ പ്രോഫിറ്റ് ബുക്കിംഗ്. ഫോർത്ത് അങ്ങനെയാണ്. ഓക്കെ, സോ നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യാൻ. എനിക്ക് കൂടുതൽ ഇതിനകത്തൊന്നും പറയാനില്ല. ഇൻ കേസ് ഇതാണെങ്കിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് ലോ ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫർദർ വീക്ക്നെസ് ഉണ്ടാവും. പിന്നെ ഫർദർ ഡൗൺ സൈഡ് സപ്പോർട്ട്. ഇതാണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് കാണാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് B2, ഇതിൻ്റെ B2 വേണ്ട, ഫ്രം ഐ തിങ്ക് ABCD കറക്ഷൻ ഫുൾ കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഫ്രം ടോപ്പ് ഇവിടുന്ന് ഇവിടെ വരെ ഫിബൊനാച്ചി യൂസ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ റെസിസ്റ്റൻസ് ഏതൊക്കെ വരുന്നത് 24,070. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റൻസ്. ആൻഡ് ദെൻ 61.80% ഫോർ ദ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ. ഓക്കെ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. സോ സെല്ലേഴ്സ് മാർക്കറ്റ് ആയിരിക്കുള്ളൂ. ആസ് പെർ മീ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും ആസ് പെർ ഓപ്ഷൻ ബയർ. ഓക്കെ, സോ ഇത്ര ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളൂ. ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കേണ്ടത്. വേഗം നമുക്ക് ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. ഓക്കെ, ക്രൂഡ് ഓയിൽ ലാസ്റ്റ് വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഞാൻ എന്താ പറഞ്ഞായിരുന്നു, ക്രൂഡ് ഓയിൽ മുകളിലേക്ക് പോകും. ഇത് റെസിസ്റ്റൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 5th ആണ്, ലാസ്റ്റാണ്. എന്തിൻ്റെ അവിടെ നിന്ന് എന്തായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം 5th ആണ്. മുകളിലേക്ക് പോയാൽ പിന്നെ താഴേക്ക് തന്നെ വരാൻ പെർഫെക്റ്റ്ലി നമുക്ക് ഡൗൺ സൈഡ് കിട്ടി. എനിക്ക് കൂടുതൽ പറയാനില്ല. ലാസ്റ്റ് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കൗണ്ടിങ് മനസ്സിലാവും. ഇത് എന്തായാലും ഇപ്പോൾ ഇനി എന്തായി 1 ഡിഗ്രി കംപ്ലീറ്റ് ആക്കി 61.80% ആണ്. സോ എന്തായി ഇനി എന്താണ് നെക്സ്റ്റ്, എന്താ കമൻറ്റ് സെക്ഷനിൽ പറയണം. അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇത് ബോട്ടം ഔട്ടായി. ഐ ഹോപ്പ് സോ. ഇത് ബോട്ടം ഔട്ടായി. ദാറ്റ് മീൻസ് ഇത് ബോട്ടം ഔട്ട്. ഇനി ഡിപ്പ് പറയുന്നത് ബൈ ആൻഡ് ഡിപ്പ് ആയി. ബട്ട് ഇത് മേജർ 1 ഡിഗ്രി കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് വേവ് ഇത് എക്സ്റ്റൻഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. കണ്ട 1, 2, 3, 4, 5, 8. സോ ക്രൂഡ് ഓയിൽ എന്താണ്, ക്രൂഡ് ഓയിൽ സപ്പോർട്ട്സ് 50% ആൻഡ് 61.80. ഇതിൻ്റെ ബിലോ ചാൻസസ് കുറവാണ് ക്രൂഡിൽ പോകാൻ. 61.80. ബട്ട് ഇൻ ഫസ്റ്റ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അധികം ഉണ്ടാവത്തില്ല. സോ 50%, 61.80% ആണ് സപ്പോർട്ട്. ഇൻ കേസ് ബ്രേക്ക് ആയാൽ മാത്രമേ 81.20%. സോ ഇവിടെ വന്നിട്ട് പ്രൈസ് സപ്പോർട്ട് എടുക്കും. ABC ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ റിവേഴ്സൽ തരത്തില്ല, ഈസി ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ഇതാണ് ക്രൂഡ് ഓയിലിൻ്റെ. ക്രൂഡ് ഓയിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. ക്രൂഡ് ഓയിൽ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ക്രൂഡ് ഓയിൽ ഇനിയിപ്പോൾ NG അനാലിസിസ് കിടക്കാം നമുക്ക്. NG അനാലിസിസ് ഓഫ് വെരി ബാഡ്. NG അനാലിസിസ് ന്യൂസ് ബേസ്ഡ് ആണ്. ഇത്രയും ഇതായി കിടക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുക. NGയിൽ കൂടുതൽ ഞാൻ NGയിൽ പറയണില്ല. ഇത് സപ്പോർട്ടായിരുന്നു. ഇതായി ഡിഗ്രി ഫോളാണ് NGയിൽ നടക്കുന്നത്. ഈ ഡിഗ്രിയുടെ ഫോളാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ NG ഇതിങ്ങനെ NGയുടെ ഇത് ബ്രേക്കായി ഇനി 81.20% ആണ് NGയുടെ നമ്മുടെ ഇത് റെസിസ്റ്റൻസ്. ഇതാണ്. ഇതിൻ്റെ അഭാവം പോയാൽ മാത്രമേ NG ബുള്ളിഷ് ആവുള്ളൂ, അല്ലെങ്കിൽ NG ബിയറിഷ് ആണ്. ടിൽ 81.0% അവിടെ ഹോൾഡ് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ബിലോ ഫോർ ദ കിട്ടും NGയിൽ. ഇനി വേഗം നമുക്ക് ബാൻ നിഫ്റ്റി എനിക്ക് പറയാനുള്ളത്, ബാൻ നിഫ്റ്റി മേ ബി അപ്കമിങ് ടൈമിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം റീസൺ എന്താ, ബാൻ നിഫ്റ്റി നമ്മുടെ 4th നിഫ്റ്റി ഡിഗ്രിയിലാണ്, സെക്കൻഡ് ഡിഗ്രി. ആൻഡ് ബാങ്ക് നിഫ്റ്റി 4th വേവിലാണ്. റൈറ്റ്, ഇത് ഇവിടുത്തെ 1, 2, 3 ഇത് 4 കംപ്ലീറ്റ് ആയി. ഐ തിങ്ക് സോ ബോട്ടം ഔട്ട് അടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് സോ. ഓക്കെ, ഇനി ബോട്ടം ബ്രേക്ക് ഔട്ടില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചാൻസസ് ഉണ്ട് ഇത് ബ്രേക്ക് ഔട്ട് വരെ. ആൻഡ് ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. ഈസി അല്ല വീണ്ടും ഞാൻ പറയാം. ഓക്കെ, ബട്ട് യെസ്, ബാങ്ക് നിഫ്റ്റി ആണ് കുറച്ചുകൂടി മൂവ് ചെയ്യുന്നത് നിഫ്റ്റിയുടെക്കാളും ബെറ്റർ ആയിട്ട് മൂവ് തരാനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, ഇതിൻ്റെ സപ്പോർട്ട് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ലോ ബ്രേക്ക് ചെയ്യാൻ മാത്രമേ ഫർദർ വീക്ക്നെസ് ഉള്ളൂ. ഇനി ഐ തിങ്ക് ഇത് 4th ലോ അടിച്ചിട്ടുണ്ട് ഐ തിങ്ക്. ഓക്കെ,
ആൻഡ് ഇനി ഫർദർ നമുക്ക് അപ്പ് മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ബാങ്ക് നിഫ്റ്റി ക്ലിയർ ആയിട്ട് ചെയ്തല്ല. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് സെൻസെക്സ് സെൻസെക്സ് ഓക്കെ, അത് തന്നെ സെൻസെക്സ് ആണ് ഡിഗ്രി. സെൻസെക്സ് ഡിഗ്രിയിലാണ് പെർഫെക്റ്റ്ലി കണ്ടത്, സെക്കൻഡ് ഡിഗ്രിയിൽ സെൻസെക്സ്. ഇത് അങ്ങനെ ആയപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, സെൻസെക്സ് ഡിഗ്രിയിലാണ്. സോ നിഫ്റ്റി ഡിഗ്രി ഫോൾ തരേണ്ടതാണ്. അതാണ് ഇത് എക്സാക്ട്ലി അത് തന്നെ കണ്ടത്. ഇത് ഡിലീറ്റ് ചെയ്യുക ആൻഡ് സെൻസെക്സിൻ്റെ വേഗം നമുക്ക് നിഫ്റ്റിയുടെ പോലെ തന്നെ ആയിരിക്കുള്ളൂ, ബട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, സോ ഇതിൻ്റെ 61.0% സ്റ്റിൽ ടച്ച് ചെയ്തിട്ടില്ല. എന്തായാലും മാർക്ക് ചെയ്യുക. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് 81.0% ഫർദർ ഇതാണ്. ഓക്കെ, സെൻസെക്സിൻ്റെ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഇത് നമ്മൾ ഈ ഫുൾ ലെഗിന് ഫ്രം ടോപ്പ് ടു ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്കമിങ് ടൈമിൽ നിങ്ങളുടെ ചാർട്ട്സിൽ നിങ്ങൾ തന്നെ ഇത് വരയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. നമ്മൾ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്കമിങ് ടൈം തന്നെ ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടി വരത്തില്ല. സോ ഇതാണ് ഈ ഓവറോൾ ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ അബവ്, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അബവ്. ഇറ്റ് മീൻസ് 0 to B ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ ഫർദർ പൊസിഷൻസ് നമുക്ക് കിട്ടുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് അപ്പ് ആൻഡ് ഡൗൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇതിനകത്ത് എനിക്ക് പറയാനൊന്നുമില്ല. ഇതങ്ങനെ തന്നെ ഇത് കളിക്കട്ടെ കേട്ടോ. നിഫ്റ്റി മിഡ് സൈഡ് വേസ് ടു ബുള്ളിഷ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഈ സ്ട്രക്ചറുടെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.